അത്തം ആഘോഷിച്ച പ്രവാസികളും പ്രവൃത്തി ദിവസമായതിനാൽ വീടുകളിലും ഓഫീസുകളിലുമായിട്ടായിരുന്നു ആഘോഷം. പ്രവാസി സംഘടനകളുടെ ഓണാഘോഷത്തിനും ഇതോടൊപ്പം തുടക്കമായി. ജോലി തിരക്കിനിടയിലും രാവിലെ അത്തപ്പൂക്കളം ഒരുക്കിയാണ് പലരും ഓഫീസിലേക്ക് പോയത്. അവധിയുള്ളവരും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ ജോലിക്ക് പോകേണ്ടവരും കാര്യമായി തന്നെ ആഘോഷിച്ചു. ഫ്ളാറ്റുകൾക്കുള്ളിലും മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ ഓഫീസുകളിലും പ്രവാസികൾ പൂക്കളമൊരുക്കി. ഒമാനിൽ വീടുകൾക്കും വില്ലകൾക്കും മുന്നിൽ നട്ടുവളർത്തിയ ചെടികളിൽ നിന്നുമുള്ള പൂക്കൾ കൊണ്ട് പൂക്കളമൊരുക്കിയവരുമുണ്ട്. ദുബായിലും ഷാർജയിലും അബുദാബിയിലും പൂക്കടകളിൽ ഇന്നലെ രാത്രി മുതൽ തിരക്ക് വർദ്ധിച്ചു. മിക്ക ഷോപ്പിംഗ് മാളുകളിലും ഓണപ്പൂക്കൾ എത്തിയിരുന്നു. തിരുവോണം വെള്ളിയാഴ്ചയായതിനാൽ ഇത്തവണ പ്രവാസികളുടെ ആഘോഷം കെങ്കേമമാകും. വാരാന്ത്യ അവധിയും നബിദിന അവധിയുമെല്ലാം ചേർന്നുള്ളതാകും ആഘോഷ ദിവസങ്ങൾ. ഈ വരുന്ന 3 മാസങ്ങൾക്ക് മേലെ ശരിക്കും ഓണാഘോഷം തന്നെയായിരിക്കും. ഒമാനിലെ എല്ലാ വേദികളും നിറഞ്ഞ ഓണാഘോഷങ്ങൾ നടക്കുകയാണ്. പല സംഘടനകളും ഇതിനോടകം തന്നെ അവരുടെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിനാണ് ഗൾഫിൽ തുടക്കമായത്. അടുത്ത ക്രിസ്മസ് വരെ നീളുന്നതാകും വാരാന്ത്യങ്ങളിലെ ഓണാഘോഷം. ഹോട്ടലുകളിലും ഓണസദ്യയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്, മസ്കറ്റ്.